ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതികളെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയുമാണ് കൊല്ലം വിജിലൻസ് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പക്കേസിലുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും വിജിലൻസ് കോടതി തള്ളി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, വീണ്ടും SIT കസ്റ്റഡിയിലേക്ക് വരുന്നു മുരാരിയും പോറ്റിയും. മറുവശത്ത് സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും തള്ളിക്കളയുന്നു. വിവരങ്ങൾ. ഈ പുതുതായി ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരു പ്രതികളെയും ചോദ്യം ചെയ്യാനാണ് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നത്. അപേക്ഷ പരിഗണിച്ച കോടതി റിമാൻഡിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 2 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഈ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ തിരുവനന്തപുരത്ത് എത്തിച്ചാണ് ചോദ്യം ചെയ്യുക. മുരാരി ബാബുവിനെ ദ്വാരപാലക കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസിലുമാണ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം നാളെ വൈകിട്ടാണ് വീണ്ടും കോടതിയിൽ ഹാജരാക്കുക. ഈ കേസിൽ ഉന്നതരുടെ പങ്കും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൂടുതലായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഉന്നതരുടെ പങ്കും അതോടൊപ്പം തന്നെ ഈ സ്വർണം എവിടേക്കാണ് കടത്തിയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ളത് എന്നടക്കം അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെ 2 വിജിലൻസ് കോടതി തള്ളിയിട്ടുണ്ട്. കട്ടിളപ്പാളി കേസിലെയും ദ്വാരപാലക കേസിലെയും ജാമ്യാപേക്ഷകളാണ് കോടതി തള്ളിയത്. സുധീഷിനല്ല, തിരുവാഭരണ കമ്മീഷണർക്കാണ് ഉത്തരവാദിത്തം എന്നതായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ ഈ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സിജു രാജനാണ് ഹാജരായത്. എന്തായാലും ശബരിമല കേസിൽ ഇതുവരെയും ഒരു പ്രതികൾക്കും ജാമ്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസ് കോടതി. അത് തന്നെയാണ് നമുക്കിപ്പോൾ വീണ്ടും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ 18-ാം തീയതിയാണ് ആ ജാമ്യാപേക്ഷ കൂടെ പരിഗണിക്കുക. അതും ഇത്തരത്തിൽ തന്നെ തള്ളാനാണ് സാധ്യത. മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വീണ്ടും കസ്റ്റഡിയിൽ. സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.